അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി എനർജീസ്, ഇറ്റ്സ് അബൌട്ട് സംതിങ് ദാറ്റ് ഇസ് ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിലെ പേടിയോ വോയിഡോ എംപ്റ്റിനെസ്സോ ഒക്കെയാണ് ഇതിനെ അട്രാക്ട് ചെയ്യുന്നത്. So basically you opened the door for that thing to come in. യെസ്, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ്, ലൈഫിൽ കണ്ടന്റ് ആണ്, യു ആർ ഓൺ യുവർ മൂവ്. ഒരിക്കലും ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ നരേന്ദ്രമോദിനെ ട്രാൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു ബ്ലാക്ക് മാജിക്കും പുള്ളിനെ ബാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്ന് പുള്ളിക്കെതിരെ കൂടോത്രം ചെയ്താൽ മതിയല്ലോ. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ ആരെയും ബാധിക്കുന്നുണ്ടാവില്ല. ബട്ട് ദ മൊമെന്റ് യു ഹാവ് എ ഫിയർ, then it's like a bullet that can pierce you. അല്ലെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് പല റിലീജിയസ് സ്ക്രിപ്ചേഴ്സിലും പറയുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ, സ്പിരിച്വലി അലൈൻഡ് ആവാൻ പറയുന്നത്. കാരണം പ്രാർത്ഥന അല്ലെങ്കിൽ സ്പിരിച്വൽ അലൈൻമെന്റിന്റെ എല്ലാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറയണത്. കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും ലവ് എന്നാണ് നമ്മൾ എപ്പോഴും പറയണത്. ആ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ, സ്നേഹത്തോടെ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഹയർ ഫ്രീക്വൻസിയിലാണ്. നത്തിങ് ക്യാൻ എഫക്റ്റ് യു ഇൻ ദാറ്റ് ഫ്രീക്വൻസി. പക്ഷേ നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ സെൽഫ് ഡൗട്ടിലാണ്, നിങ്ങൾ ഫിയറിലാണ് ഇരിക്കുന്നത്, എനിത്തിങ് ആൻഡ് എവറിത്തിങ്. നേരത്തെ ഞാൻ കുതിരവട്ടം പപ്പുവിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മളൊരു ഷാഡോ കണ്ടാൽ പോലും അതൊരു നാഗവല്ലിയാണെന്ന് നമ്മൾ പെർസീവ് ചെയ്ത് നാഗവല്ലീനെ നേരിട്ട് കണ്ട അതേ എഫക്ട്സ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാം ലൈഫിൽ.